ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഉറപ്പുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഹോസ്റ്റലും കോളേജ് കെട്ടിടവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉടനൊരുക്കും. 14 കോടി രൂപ ഇതിനായി സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പഠിക്കാൻ ക്ലാസ് മുറികളില്ലാത്ത കോളേജും നിന്ന് തിരിയാൻ ഇടമില്ലാത്ത ഹോസ്റ്റലും. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പ്. ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ ഉറപ്പ് വീണ്ടും എത്തിയത്. വാഴത്തോപ്പിലുള്ള ഹോളി ഫാമിലി ആശുപത്രി കെട്ടിടം പെൺകുട്ടികളുടെ ഹോസ്റ്റലിനായി ഉപയോഗിക്കും. ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് ബസ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തും. പേരൻസിനോടും കുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. അതിനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ കെട്ടിട നിർമ്മാണത്തിന് 14 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് തുടർന്ന് വരുമ്പോൾ അനുബന്ധ സൗകര്യങ്ങളെ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധത്തിൽ പ്രയോജനകരമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ അതിനോട് സ്വീകാര്യമായൊരു മനസ്ഥിതി കാണിക്കണം. മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കുട്ടികളും രക്ഷിതാക്കളുമായി സംസാരിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. അതേസമയം മുൻപ് പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നിലപാട്. 16-ാം തീയതി മുതൽ സമരം തുടങ്ങും. വാഗ്ദാനമല്ല, ശാശ്വതമായ പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നാണ് നിലപാട്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.